ഇന്നത്തെ സെലിബ്രിറ്റി സെഗ്മെൻറ്റിൽ നമ്മളോട് വാഹന വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ വരുന്നത് ആരാണെന്ന് നമുക്ക് നോക്കാം. ഹലോ, നമസ്കാരം. ഞാനിപ്പം BMW ബ്രാൻഡിൻ്റെ X5 എന്നുള്ള വേരിയൻ്റാണ് യൂസ് ചെയ്യുന്നത്. ഇത് SUV കാറ്റഗറിയിൽ വരുന്ന വെഹിക്കിളാണ്. അപ്പോൾ ഞാൻ മുമ്പ് ഉപയോഗിച്ചിരുന്ന വെഹിക്കിളിൽ നിന്ന് മാറാൻ വേണ്ടിയിട്ട് ഒരു അപ്ഗ്രഡേഷൻ ആലോചിച്ചപ്പോൾ ഞാനിങ്ങനെ വേറൊരു ബ്രാൻഡിൻ്റെ തന്നെ ഇതിൻ്റെ സിമിലറായിട്ടുള്ള കോമ്പറ്റീറ്റീവായിട്ട് വരുന്ന ഒന്ന് രണ്ട് ബ്രാൻഡുകൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുകയും അതിലൊന്ന് ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ട് എടുക്കാമെന്നുള്ള രീതിയിൽ നീങ്ങുന്നപ്പോഴാണ്. അപ്പോൾ ഞാൻ എൻ്റെ കഴിഞ്ഞ സിനിമയുടെ ചിത്രീകരണത്തിൻ്റെ ഇടയിലായിരുന്നു അത് സംഭവിച്ചത്. അതായത് ജെയിംസ് ആൻഡ് ആലീസ് എന്ന് പറയുന്ന സിനിമ. അപ്പോൾ അന്ന് പൃഥ്വിരാജായിരുന്നു നായകൻ. അപ്പോൾ ഞാൻ പൃഥ്വിയോട് ഇങ്ങനെ യാദൃശ്യമായിട്ട് ഇങ്ങനെ ഈ കാറൊന്ന് മാറാൻ പോവാണെന്ന് പറയുകയും അപ്പോൾ പുള്ളി എന്നോട് ചോദിച്ചു ഏത് കാറാണ് എടുക്കുന്നത് ചോദിച്ചപ്പോൾ ഞാൻ ഇങ്ങനെ അത് ശരി, കാറ് നല്ലതാണ്, കുഴപ്പമൊന്നുമില്ല, പക്ഷേ എന്തായാലും ചേട്ടൻ എടുക്കാൻ പോകില്ലേ, അപ്പോൾ ഈ X5 കൂടെ ഞാനൊരു ടെസ്റ്റ് ഡ്രൈവ് അറേഞ്ച് ചെയ്യാം, അതുകൂടെ ഒന്ന് നോക്കിയിട്ട് ജസ്റ്റ് കാർ ഒന്ന് ഓടിച്ചിട്ട് ഒരു തീരുമാനം എടുക്കാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ പൃഥ്വിരാജ് പറഞ്ഞതനുസരിച്ചിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഈ X5 ഞാൻ ടെസ്റ്റ് ഡ്രൈവ് എടുക്കുന്നത്. വൺസ് ഈ പറഞ്ഞ പോലെ കാർ ഓടിച്ചു കഴിഞ്ഞപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഐ ഫെൽറ്റ് അഡിക്റ്റഡ് ടു ദിസ് മെഷീൻ ആൻഡ് ഐ ചൂസ് ടു ഗോ ഹെഡ് വിത്ത് ദിസ്. അപ്പോൾ അങ്ങനെ പൃഥ്വിരാജാണ് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഈ കാറിനെ എനിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തു തരുന്ന കാര്യം. പുള്ളിക്കാരനിപ്പം എല്ലാവർക്കും അറിയാവുന്നതാണ്, ഈസ് വെരി ടെക്നോ സാവി ആയിട്ടുള്ള ഒരാളാണ്. ഇപ്പോൾ സിനിമയുടെ ഏത് കാര്യത്തെപ്പറ്റി ആയാലും അതിൻ്റെ ക്യാമറ ആയാലും അതിൻ്റെ ടെക്നിക്കൽ സൈഡായാലും എല്ലാം. പക്ഷേ ഒരു വെഹിക്കിളിനെ കാറുകളെ പോലും ഇത്രയും ഡീപ്പായിട്ട് പുള്ളിക്കൊരു അറിവുണ്ടാവുക എന്നുള്ളത് കാര്യം എനിക്ക് പിന്നീടാണ് മനസ്സിലായത്. ബൈസിക്കിൾ തീവ്സ് ഇവിടെ, അതുപോലെ ഇപ്പം അവസാനം ജെയിംസ് ആൻഡ് ആലീസ് എന്ന് പറയുന്ന സിനിമ, അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ ചെയ്യാൻ പോകുന്ന പ്രോജക്റ്റാണ് പോക്കിരി സൈമൺ എന്നുള്ള സിനിമ. അതിനകത്ത് സണ്ണി വെയിനാണ് പ്രധാന കഥാപാത്രമായ സൈമണെ അവതരിപ്പിക്കുന്നത്. അത് ശരിക്കും ഒരു വിജയ് ആരാധകൻ്റെ സിനിമയാണ്. മാർച്ച് അവസാനം അല്ലെങ്കിൽ ഏപ്രിൽ ആദ്യം ആ സിനിമ ഷൂട്ടിംഗ് ആരംഭിക്കും. അതാണ് ഇപ്പോൾ ഇൻവോൾവ് ചെയ്തിരിക്കുന്ന ഫിലിം പ്രോജക്റ്റ്. അതാണ് ഈ കാറുകൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ആണുങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ പെൺകുട്ടികൾക്ക് ടോയ്സ് എന്നൊക്കെ പറയുന്ന പോലെ, അല്ലെങ്കിൽ കുറച്ചുകൂടെ കഴിയുമ്പം ഗോൾഡ് അല്ലെങ്കിൽ ഡ്രസ്സ് എന്ന് പറയുന്ന പോലെ, എനിക്കൊന്ന് കുട്ടിക്കാലത്ത് തന്നെ ആൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്നും കാറുകളാണ് ഇഷ്ടം. നമ്മൾ ശ്രദ്ധിച്ചറിയാം, ഒരു ഓൾമോസ്റ്റ് 95% ആണുങ്ങൾക്ക്, അത് കുട്ടികളായാലും ശരി മുതിർന്നവരായാലും, അവർക്ക് കാറുകൾ എപ്പോഴും ഭയങ്കര ഇഷ്ടമായിരിക്കും. അപ്പോൾ ഞാനും അതിൽ നിന്ന് വ്യത്യസ്തമല്ല. കുട്ടിക്കാലം മുതൽ തന്നെ ഇങ്ങനെ കാറുകളെ പറ്റി കാണാനും അല്ലെങ്കിൽ അത് കാർ ഓടിക്കാനും ഒക്കെ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ അന്ന് ഇങ്ങനെ കാറുകളെ എല്ലാവരും ഇഷ്ടപ്പെടുന്ന പോലെ എനിക്കും ഇഷ്ടമായിരുന്നു. അത് പൊതുവെ എനിക്കൊന്ന് ആണുങ്ങളുടെ എല്ലാ ഒരു നെക്സ്റ്റ് എപ്പോഴും അവരുടെ ഒരു മനസ്സിലുണ്ടാവും ഒരു നെക്സ്റ്റ് കാറിലേക്കുള്ള ഒരു അപ്ഗ്രഡേഷൻ എന്ന് പറയുന്നത്. എല്ലാ ആണുങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് ചെറുപ്പക്കാരായാലും മുതിർന്നവരായാലും എല്ലാവരുടെയും മനസ്സിൽ അങ്ങനെ ഉണ്ടാകുന്നത് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. കാര്യം എനിക്കറിയാവുന്ന മിക്കവാറും ആൾക്കാർ അങ്ങനെ തന്നെയാണ്. കാര്യം അവർക്ക് ഈ കാറ് ഡ്രൈവിങ് അങ്ങനൊരു ആണുങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങനൊരു ഭയങ്കര താല്പര്യമുള്ളതായിട്ട് തോന്നിയിട്ടുണ്ട്. വളരെ മനുഷ്യ സഹജമായുള്ള ഒരു കാര്യമാണ്. നമ്മൾ ഒരു കാര്യം ആഗ്രഹിച്ച് നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിയുമ്പോൾ ഇനി അടുത്തത് എന്ത് എന്നുള്ളത്. സത്യസന്ധമായിട്ട് പറഞ്ഞാൽ ഇപ്പോൾ ഇനി അടുത്ത ഏത് കാർ മേടിക്കണോ അല്ലെങ്കിൽ അങ്ങനൊരു ആഗ്രഹത്തെപ്പറ്റി ഇപ്പം ആലോചിച്ചിട്ടില്ല. പക്ഷേ എന്നിരുന്നാലും എനിക്ക് തോന്നുന്നു അങ്ങനൊരു പ്രീ പ്ലാൻ ചെയ്ത് ഇന്ന കാർ മേടിക്കുക അങ്ങനൊരു പ്ലാനിങ്ങിൽ അങ്ങനെ പോകുന്നില്ല. ഇനി ഇപ്പോൾ ഈ പറയുന്ന പോലെ ഇഷ്ടപ്പെട്ടുള്ള ബ്രാൻഡുകൾ, ഇപ്പോൾ പോർഷെ അല്ലെങ്കിൽ ബെൻറ്റ്ലി, ഇങ്ങനെ ഒന്ന് രണ്ട് കാറുകൾ കാണുമ്പോൾ കൊള്ളാമല്ലോ എന്ന് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അത് എന്താണോ ദൈവം സഹായിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അന്നേരത്തെ ഒരു സാഹചര്യത്തിൽ അടുത്ത കാർ മേടിക്കാം, അല്ലെങ്കിൽ വരട്ടെ. ഈ പറയുന്ന പോലെ അത്തരം ആഗ്രഹങ്ങൾ അങ്ങനെ സത്യസന്ധമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇനി അടുത്തൊരു സാധനം വേണമെന്നുള്ളൊരു അങ്ങനത്തെ ഒരു കാറിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു ആഗ്രഹം ഇപ്പോൾ തോന്നിയിട്ടില്ല. പക്ഷേ ഇനി അങ്ങോട്ട് പോകുമ്പോൾ അങ്ങനൊരു ആഗ്രഹം തോന്നിയാൽ ഈ പറഞ്ഞ പോലെ ഈശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ അങ്ങനെ മേടിക്കട്ടെ, അങ്ങനെ ആഗ്രഹം സാധിക്കാൻ പറ്റട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. Thank you for watching our video. For more updates and notifications, please subscribe to Kaumudi channel.